തെരുവുനായ ശല്യത്തെ നേരിടാൻ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സ്മാർട്ട് വാച്ചിന് അംഗീകാരം. മലപ്പുറം പട്ടിക്കാട് GHSS വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മൾട്ടിപർപ്പസ് ഡോഗ് റിപ്പലന്റ് സ്മാർട്ട് വാച്ചിനാണ് അംഗീകാരം. വിദ്യാഭ്യാസ വകുപ്പിന്റെ സംസ്ഥാന തലത്തിലെ യങ് ഇന്നവേറ്റീവ് ടാലന്റ് പുരസ്കാരം ലഭിച്ചത്. സ്കൂളിന് സമീപം വിദ്യാർത്ഥിയെ തെരുവുനായ ആക്രമിച്ചതടക്കമുള്ള ചില അനുഭവങ്ങളിൽ നിന്നാണ് പട്ടിക്കാട് GHSSലെ വിദ്യാർത്ഥികളായ റിഷാൻ, തീർത്ഥ, നസാഫറിൻ എന്നിവർ ചേർന്ന് ഈ കനനെക്സ് മൾട്ടിപർപ്പസ് ഡോഗ് റിപ്പലന്റ് സ്മാർട്ട് വാച്ച് തയ്യാറാക്കിയത്. ഞങ്ങളുടെ ഇവിടെ അടുത്ത് ഒരു ക്ലിനിക്കിന് മുമ്പിൽ ഒരു CCTV ക്യാമറയിൽ പതിഞ്ഞൊരു ദൃശ്യത്തിൽ നിന്നാണ് ഞങ്ങൾ ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിനെതിരെ ഒരു താൽക്കാലിക സൊല്യൂഷന് വേണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഇതിന് മുമ്പ് ഒരു അൾട്രാസോണിക് സൗണ്ട് വെച്ചുള്ള പ്രൊഡക്റ്റ് ഞങ്ങൾ കണ്ടു. പക്ഷെ അത് എത്രത്തോളം റിലയബിൾ അല്ല. കാരണം നമുക്ക് എന്നും കെട്ടി നടക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല. അപ്പോൾ എല്ലായിടത്തും ഉള്ള ഒരു വാച്ചിൽ ഈ അൾട്രാസോണിക് സൗണ്ട് മൊഡ്യൂൾ കൊണ്ടുവരാന്നുള്ള ഒരു നിലയിലാണ് ഞങ്ങളിത് ചെയ്തത്. തെരുവുനായ ശല്യത്തെ മാത്രമല്ല, പൊതുസമൂഹം വിവിധ മേഖലകളിൽ നേരിടുന്ന സുരക്ഷാ ഭീഷണിയെയും ശാസ്ത്രീയമായി പ്രതിരോധിക്കാൻ കഴിയും. ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു ഡിവൈസിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ, ഒരു ഫോൺ പോലും ഇല്ലാത്ത എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് കുട്ടികൾ, വിദ്യാർത്ഥികൾ അവരൊക്കെ ഒറ്റയ്ക്ക് ഈ പഠനാവശ്യങ്ങൾക്കായൊക്കെ പുറത്തു പോകുന്നവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ നേരിടാറുണ്ട്. അതൊക്കെ പരിഹരിക്കാനുള്ള ഒരു ഇതും കൂടിയാണ് ഞങ്ങളുടെ ഒരു ഡിവൈസ്. ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ ഉപകരണം. കനൈനെക്സ് എന്നാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും അതുപോലെ തന്നെ ഭിന്നശേഷിയുള്ള ആളുകൾക്കും എല്ലാം വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. ഇത്തരത്തിലൊരു ഡിവൈസ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമേ അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഇവരെല്ലാം സഹായിക്കണം, അവരെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു ലക്ഷ്യം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഡിവൈസിലേക്ക് എത്തിച്ചേർന്നത്. GPS, അൾട്രാസോണിക് സൗണ്ട്, SOS അലർട്ട്, അലാറം, ഹെൽത്ത് മോണിറ്ററിംഗ് എന്നിവയുടെ സംയോജനത്തിലൂടെയാണ് ഉപകരണം പ്രവർത്തിക്കുന്നത്. കുട്ടികളുടെ പരിശ്രമത്തിന് വലിയ പിന്തുണയാണ് സ്കൂൾ അധികൃതരും നൽകുന്നത്. ഈ തെരുവ് നായ്ക്കൾക്ക് നേരിടുന്നതിൽ നമ്മൾ പ്രയാസം അനുഭവിക്കുമ്പോൾ അതിന് എതിരെ നമ്മുടെ കുട്ടികൾ, അതോടൊപ്പം നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകരും ശാസ്ത്രാധ്യാപകരും അതേപോലെ കുട്ടികളുടെ രക്ഷിതാക്കളും ഒത്തൊരുമയോടുകൂടി നിന്നതിന്റെ ഒരു റിസൾട്ടും കൂടിയാണ് ഈ പറയുന്ന YIP ശാസ്ത്രപഥത്തിൽ കുട്ടി ശാസ്ത്രജ്ഞരെ വളർത്തിയെടുക്കുന്ന ഈ വിഷയത്തിൽ നമ്മുടെ കുട്ടികൾ നേടിയെടുത്ത ഈ വമ്പിച്ച വിജയമെന്ന് പറയുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുകയാണെങ്കിൽ കുറഞ്ഞ ചെലവിൽ കയ്യിൽ കെട്ടാവുന്ന വാച്ച് രൂപത്തിൽ തന്നെ ഉപകരണം നിർമ്മിക്കാനാകുമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ നൽകുന്ന YIP പുരസ്കാരമാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത്. മീഡിയ 1 മലപ്പുറം.